സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എത്ര വയസ്സായി? എന്നു മുതലാണ് കുമ്പസാരിക്കാൻ തുടങ്ങിയത്? മാസത്തിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 12 പ്രാവശ്യം കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇപ്പോഴത്തെ പ്രായം അനുസരിച്ച് എത്ര പ്രാവശ്യം കുമ്പസാരം കൂട്ടിച്ചെന്നു? ഇനി ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരാം. എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉത്തരം 70 പ്രാവശ്യം എന്നാണ് പറയുക. ഇതിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരു വൈദികനും കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ ദിസ് ഈസ് യുവർ ലാസ്റ്റ് എന്ന് പറയുകയല്ല, സമാധാനത്തോടെ പോവുക എന്നാണ് പറയുക. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതിന് എക്സ്പ്ലനേഷൻ? കണക്ക് കൂട്ടാതെ ക്ഷമിക്കൂ മക്കളെ. അതിനായിട്ടുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.